വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. എങ്ങനെ സുഖല്ലേ? ആ മോനെ പറയടാ. അല്ലല്ല, ഞാനിപ്പോ വീട്ടിലല്ല. മോന്റെ വീടിന്റെ പണി നടക്കണോടത്താ. സംഗതി ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് നടക്കണ്ട്. ഉണ്ട്, ആവശ്യത്തിനുണ്ട്. എന്തെങ്കിലും ആവശ്യം വരാണെ ഞാൻ മോനെ വിളിച്ചോളാം. ശരി മോനെ. മോനിപ്പോ വീട്ടിലാണോ അതോ? ശരി ശരി, ഓക്കെ. അൻസ, ഓസ്ട്രേലിയയിൽ നിന്ന് രണ്ടാമത്തെ മോൻ വിളിച്ചതാണേ. അവന്റെ ആണല്ലോ ഈ വീട്. കാശ് വല്ലതും വേണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. കാശ് ഇവിടെ ആവശ്യത്തിനുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ വിളിക്കാന്ന് പറഞ്ഞതാ. സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയുമരുത്. പ്രഭാഷകൻ 5-ാം അധ്യായം 1-ാം വാക്യം. അയ്യോ, പണി നടക്കട്ടെ. സെബാസ്റ്റ്യനോ? എന്തൊക്കെയുണ്ട്? മോന്റെ വീട് പണി നടക്കാല്ലേ ഇവിടെ. ഞാൻ എന്ന് ഇവിടെ വരും. അവൻ ഓസ്ട്രേലിയയിലാ. അലോഷി എന്തിനും ഏതിനും ഞാൻ തന്നെ വേണം. അപ്പൻ അതിന് പോണം, അപ്പൻ ഇതിന് പോണം. ഒന്നും പറയണ്ട. അതുകൊണ്ട് എന്താ ഇപ്പൊ നിന്ന് തിരിയാൻ നേരമില്ല. അവരുടെ ആഗ്രഹം അതാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിലും നടത്തി കൊടുക്കണ്ടേ? അത് വേണം. മക്കള് 3 പേരും വിദേശത്താണെന്ന് അറിയാലോ നിനക്ക്? അതെനിക്കറിയാം. മൂത്തവൻ ജോഷ ജർമ്മനിയിലാ. രണ്ടാമത്തവൻ അലോഷി, ഇതിന്റെ ആള്. അവൻ ഓസ്ട്രേലിയയിലാ. അവനെ ഈ വീട് പണിയുന്നേ. അതെ, അവനിപ്പോ വിളിച്ചു വെച്ചേ ഉള്ളൂ. മൂന്നാമത്തെ ആള് സ്വിറ്റ്സർലൻഡിലാ. നമ്മുടെ മരോട്ടിച്ചാലിലുള്ള സൂപ്പർ മാർക്കറ്റില്ലേ, അത് അവന്റെയാ. അത് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാ ദിവസവും ഞാൻ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവണമെന്ന് മോന് നിർബന്ധ. സെബാസ്റ്റ്യനെ, നിനക്ക് 2 ആൺമക്കളല്ലേ? അതെ. അവര് വിദേശത്ത് വലുതാണോ? അവര് 2 നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കളഞ്ഞില്ലേ? നമ്മുടെ നാട്ടിൽ എന്ത് വർക്ക് ചെയ്ത് ജീവിക്കാനാ? സ്വസ്ഥമായിട്ട് ജീവിക്കണോ? അതിനുത്തമം നമ്മുടെ നാടിനേക്കാൾ നല്ലത് വിദേശ രാജ്യങ്ങളാ. എന്റെ മക്കൾ പറയണത് നമ്മുടെ നാട്ടിൽ ജീവിച്ച് ജോലി ചെയ്ത് അപ്പനും അമ്മയൊക്കെ ആയിട്ട് ഒന്നിച്ചങ്ങ് കഴിഞ്ഞാൽ മതി എന്നാ. ഞാൻ പറയാതെ തന്നെ, അല്ല വിക്ടറിനെ അറിയാമല്ലോ, മരണം വരെ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ തന്നെ ആയിരുന്നല്ലോ. അതൊക്കെ കണ്ടു വളർന്നത് കൊണ്ടായിരിക്കും അവരും അങ്ങനെയൊക്കെ ചിന്തിച്ചത്. എന്നാലും എത്ര കാലം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ ഒതുക്കി പിടിക്കാൻ കഴിയും? നമ്മളല്ലല്ലോ, അവരല്ലേ നമ്മളെ കാക്കുന്നതും ഒതുക്കി പിടിക്കുന്നതും. ഒന്ന് വയ്യാതെ ആയാലും അതല്ലേ വേണ്ടത്. എന്റെ പൊന്ന് സെബാസ്റ്റ്യൻ, എടാ വയ്യാതാകുകയോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതൊക്കെ നമ്മൾ വിദേശികളെ കണ്ടുപഠിക്കണം. ഞാനിപ്പോ
എന്നെ നോക്കിയേ, ഞാൻ ഒറ്റയ്ക്കല്ലേ. അല്ല അപ്പൊ ഭാര്യയോ? അയ്യോ, അവള് രണ്ടാമത്തെ കൂടെ ഓസ്ട്രേലിയയിലാ. അടുത്ത മാസം മൂത്തവന്റെ അടുത്ത് സ്വിറ്റ്സർലൻഡിലേക്ക് പോവും. ആ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഒരാളെ നിർത്തിയിട്ടുണ്ട്. അയാളതൊക്കെ ശരിയാക്കി വെച്ചിട്ട് പോവും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വിദേശിയുടെ മൈൻഡോട് കൂടി. അവരുടെ അധരങ്ങളിൽ സത്യമില്ല, അവരുടെ ഹൃദയം നാശകൂപമാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായം 9-ാം വാക്യം. എന്നാ ഞാൻ പോകാൻ നോക്കട്ടെ വിക്ടറെ. ആ എടാ, എനിക്ക് ഇവിടുന്ന് മാരോട്ടിച്ചാലിലേക്ക് പോകണം. സൂപ്പർ മാർക്കറ്റിലെ അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ ചെല്ലണം. അപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ശരി ശരി. ഓക്കേടാ. ആ എന്താടാ പിള്ളേരെ? എന്താടാ മക്കളെ, ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? ഇന്ന് പോയില്ല ഏട്ടാ. എടാ, ചെറുപ്പക്കാരായ നിങ്ങളെ പോലുള്ളവർ ഒരു ജോലിക്കും പോവാതെ ഇങ്ങനെ അലസന്മാരാവരുത്. എന്റെ ചേട്ടാ, ഇന്ന് പോയില്ല എന്നുള്ളൂ. ഞങ്ങൾക്ക് ഏലൂര് സ്ഥിരം വർക്കുള്ളതാ. ഇന്ന് ഞങ്ങളുടെ കൂട്ടുകാരന്റെ കല്യാണം ഉണ്ടേ, അതിന് പോവാൻ നിൽക്കുക. ഒരാൾ കൂടി വരാണ്ട്, അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓ, ഞാൻ നിന്റെ അപ്പനെ കണ്ടിട്ട് വരുന്നതാ. ഞങ്ങള് പഴയ ചങ്ങാതിമാരാ. എനിക്ക് 3 മക്കളാ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ചേട്ടാ. ആയിരിക്കും. എൻ്റെ 3 മക്കളും വിദേശത്താ ജോലി ചെയ്യുന്നതേ. ആ, അവിടെ അവർക്കും അവരുടെ ഭാര്യമാർക്കും നല്ല ജോലിയാ. നാട്ടിൽ വരാൻ പറ്റാത്ത അത്ര തിരക്കാണ്. അതിന് നിങ്ങൾ രണ്ടാളും ഇവിടെ തനിച്ചല്ലേ? എടാ, അപ്പൊ നീയൊക്കെ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? അലോഷയും ജോഷയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങളെ രണ്ടുപേരും കൊണ്ടുപോകാനാ വന്നത്. എന്നെയും ഭാര്യ ത്രേസ്യാമ്മയും. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, എന്റെ മക്കളെ ഞാൻ വരുന്നില്ല, അമ്മയെ വേണമെങ്കിൽ കൊണ്ടുപോകളാൻ. അവര് അവളെ കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ തനിച്ചാ. ആഹാ, അതെനിക്കറിയില്ലായിരുന്നു. നിനക്കോ? എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് കരുതി ആരെങ്കിലും നമ്മളെ പിടിച്ചോണ്ട് പോവോ? തന്നെയുമല്ല, ഇവിടെയുള്ള ഈ സൂപ്പർ മാർക്കറ്റും പണി നടക്കുന്ന വീടും ഇതൊക്കെ നോക്കി നടത്താൻ പിന്നെ വേറെ ആരാ ഉള്ളത്? ആ, എന്റെ കണ്ണെത്തിയില്ലെങ്കിലേ ഒന്നും ശരിയാവില്ല എന്നാ പിള്ളേര് പറയുന്നേ. ഇങ്ങനെ ഒരു സെക്കൻഡ് ഇരിക്കാതെ നടക്കുന്നോണ്ടാ ദേ എന്റെ ഈ ആരോഗ്യം ഇങ്ങനെ നിൽക്കുന്നത്. ആ, അത് നിന്റെ അപ്പനോട് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് വരികയാ. നിനക്ക് എന്തു പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? 1 കൊരിന്ത്യസ് 4-ാം അധ്യായം 7-ാം വാക്യം. ചെല്ലട്ടാ മക്കളെ. ആ, പറ്റടാ. ശരിയേട്ടാ. പണിക്കാരൊക്കെ ഇപ്പൊ ഒരു വഴിക്ക് ആക്കിണ്ടോ? എന്റെ അമ്മോ, അയാളും ഗംഭീര തോൽവിയാട്ടാ. എടാ, അയാളെ തള്ളു കേട്ടാ. മക്കള് അവരെ ആ ചേട്ടത്തിയെ സ്നേഹം കൊണ്ട് കൊണ്ടുപോയതാണെന്നാ ഇയാള് കരുതിയിരിക്കണേ. പിന്നല്ലാതെ. എടാ, മക്കളുടെ ഭാര്യമാര് പ്രസവിക്കാറായിട്ടുണ്ടാവും. ആ, അപ്പൊ അമ്മയെ അവിടുത്തെ കാര്യത്തിനും ഇയാള് ഇവിടുത്തെ നോട്ടക്കാരനുമായിട്ട് നിർത്തിയിരിക്കുക. അതാണ് ഫാക്ട്. ദേ, അത് ശരിയാ. ആ, ഇവരാവുമ്പോ ആ, ശമ്പളവും കൊടുക്കണ്ട, നല്ല ഉത്തരവാദിത്വം ഉണ്ടാവും. എടാ, അവന്മാരെ കണ്ടിട്ടില്ലേ? നമ്മുടെ പോക്ക് മുടക്കോ? ആ, വരട്ടെ. ആ, വരുമായിരിക്കും.
അപ്പനത് കാലത്ത് തന്നെ എവിടെ പോയേ? അപ്പുറത്തെ ആ തെങ്ങ് കയറിയിട്ടില്ലല്ലോ. ആ ഓലയും പൊതുമ്പോലാം വെട്ടിയൊതുക്കാനായിട്ടേ ആ വേലായുധനെ വിളിച്ചിട്ട് 2 ആഴ്ചയായി. അതൊന്ന് നോക്കാൻ പോയതാണ്. ഞാനിപ്പോ പോകുന്ന വഴി അയാളുടെ വീട്ടിൽ കയറിയിട്ട് പോവാം. അയാളവിടെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കയ്യോടെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം. അതൊന്നും വേണ്ടടാ, അവൻ വരട്ടെ. ആ അപ്പാ, ഞാനത് പറഞ്ഞില്ലല്ലോ. എന്താ? ഇന്നലെ അപ്പന്റെ കൂട്ടുകാരൻ ആ വിക്ടറേട്ടനെ കണ്ടിരുന്നു. ഓ, എന്തൊരു പൊങ്ങച്ചം പറച്ചിലാ. അല്ല, അഹങ്കാരവും പൊങ്ങച്ചൊക്കെയാണ് പറയുന്നതെങ്കിലും സാമ്പത്തികമായിട്ട് അവർ ഭയങ്കര സെറ്റപ്പാ അല്ലേ അപ്പാ? അല്ല, അയാൾ ഇന്നലെ അപ്പനെ കണ്ടു എന്ന് പറഞ്ഞു. പുള്ളിക്കാരന്റെ ഭാര്യ മക്കളോടൊപ്പം അവിടെയാണെന്നും മക്കള് പുള്ളിക്കാരനെ വിളിച്ചിട്ട് പോയില്ല എന്നും പറഞ്ഞു. അല്ല, അപ്പനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഗൾഫിൽ പോകാൻ നീ ആഗ്രഹിച്ചിരുന്ന സമയത്ത് എനിക്ക് നീ പറഞ്ഞ പണം ഉണ്ടാക്കി തരുവാൻ സാധിച്ചില്ല. അന്നങ്ങനെ ഗൾഫിൽ പോകാൻ കഴിയാഞ്ഞതിൽ മോന് വിഷമമുണ്ടോ? ഛേ, അതപ്പ ഇങ്ങനെയാ ചിന്തിച്ചത്. അന്നങ്ങനെ ആഗ്രഹിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ ഇവിടെ ഇങ്ങനെ സുമയും പിള്ളേരും അപ്പനും അമ്മയും അവൻ സാബുവും കുടുംബവും ഒക്കെ ആയിട്ട് എന്നും ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോഴുള്ള സന്തോഷവും സമാധാനവും, അപ്പനും അമ്മയും മക്കളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ കിട്ടുമോന്നൊന്നും എനിക്കറിയില്ല. എനിക്കന്ന് ഗൾഫിൽ പോകാൻ പറ്റാത്തതിൽ ഒരു വിഷമവുമില്ല അപ്പാ. ആ, അങ്ങേരുടെ പെരുമാറ്റവും പൊങ്ങച്ചം പറച്ചിലൊക്കെ കേട്ടാലേ ആരായാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യും. ദേ, ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, അപ്പനൊന്നും പറഞ്ഞിട്ടുമില്ല. എന്താ പോരെ? അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പ്രഭാഷകൻ 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നീ എന്തത്ര ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമല്ലടാ. ഞാൻ ഇന്നലെ ആ വിക്ടർ എന്നോട് സംസാരിച്ച കാര്യം ഓർത്തുപോയതാണ്. ബെസ്റ്റ്. അവൻ മക്കള് വിദേശത്ത് പോയിരിക്കുന്നതിൻ്റെയും മക്കളുടെ വീട് പണിയെ പറ്റിയുള്ള വീരകഥകളും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോ അവൻ നിന്നോടും പറഞ്ഞു? അത് പിന്നെ അവൻ്റെ മകൻ്റെ വീട് പണി നടക്കുന്നതിൻ്റെ മുന്നിലൂടെ പോകുന്ന ഒട്ടുമിക്ക ആളുകളോടും അവൻ തൻ്റെ പ്ലാനിങ്ങിനെ പറ്റിയും മക്കളുടെ ഉയർച്ചയെ പറ്റിയും എല്ലാം പറയും. എന്തിന്? മലയാളം അറിയാൻ പാടില്ല, അത് ബംഗാളിയോട് വരെ പറയും. അതിലെന്തത്ര ആലോചിക്കാനുള്ളത്? അല്ല, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ എനിക്കെന്തോ ഒരു കുറ്റബോധം. കുറ്റബോധം? മോൻ ഒരിക്കലേ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞ് കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു. അത് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അവൻ്റെ ഗൾഫ് യാത്രയും മുടങ്ങി. ഞാൻ വിക്ടറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ, ഞാൻ മോനോട് ചോദിച്ചു, നിന്നെ ഗൾഫിൽ വിടാത്തത് കൊണ്ട് മോന് അപ്പനോട് വല്ല വിഷമമുണ്ടോന്ന്. നാട്ടിൽ നിൽക്കുന്നതും ഇവിടെ വർക്ക് ചെയ്യുന്നതും ഇവിടെ ജീവിക്കുന്നതുമാണ് എനിക്കിഷ്ടമെന്ന് മോൻ പറഞ്ഞിട്ടുണ്ടാവും. അതെ, സത്യം. ശരിക്കും അതാ പറഞ്ഞത്. അത് വലിയൊരു ഭാഗ്യമല്ലേ? മാതാപിതാക്കളെ സ്നേഹിക്കുക, വലതും ഇടതും എന്ന പോലെ
കുടുംബമായി അടുത്ത് തന്നെ ജീവിക്കുന്ന 2 മക്കൾ. ജോണേട്ടാ, ആ. എന്റെ ജോണേട്ടാ, ചേട്ടനെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയാമോ? മകന്റെ വീട് പണിക്ക് തടിയെടുക്കാൻ പോണ്ടേ? ആ, നിന്നെ ഉച്ച വരെ ഞാൻ നോക്കിയിരുന്നു. ഓ, കാണാത്തത് കൊണ്ടാ ദേ ഞാൻ ഇവനുമായിട്ട് ഇങ്ങോട്ട് നടന്നത്. ഓഹോ, ഒന്നും പറയണ്ടേട്ടാ. ആ വിക്ടറേട്ടനില്ലേ, ആ വിദേശി, ആ, അയാൾക്ക് നീ മരം കൊടുത്തിട്ടുണ്ടോ? ആ, അത് ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? അതിലിപ്പോ അറിയാനെന്താ ഉള്ളത്? നിനക്ക് മരത്തിന്റെ പരിപാടിയുണ്ട്, ഓ, വിക്ടറിന്റെ മോഹന്റെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇടപാട് നടക്കാവുന്നതല്ലേ? ഓ, അങ്ങനെ. ആ, പുള്ളിയുടെ മകന്റെ വീട് പണിക്ക് ഉം, ഞാൻ കുറച്ച് തടി കൊടുത്തിരുന്നു. ആ. ആ വകുപ്പില് കുറച്ച് കാശ് തരാനുണ്ട്. മില്ലിന്ന് വിളി വന്നു തുടങ്ങിയപ്പോ ഞാൻ ആ വിവരം പറയാൻ വേണ്ടിയിട്ടാ പുള്ളിയുടെ വീട്ടിൽ ചെന്നത്. ഉം, അവിടെ ചെന്ന് ബെല്ലടിച്ചപ്പോ ആ. ആരുമില്ല. അവസാനം അവിടെ നിൽക്കണ ആ ഭക്ഷണം ശരിയാക്കണ ഒരാളുണ്ടല്ലോ, ഉം. അയാളുടെ ഞാൻ കാര്യം പറഞ്ഞു. അയാൾ അകത്തുനിന്ന് നോക്കിയിട്ട് തിരികെ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നത്. സാറിന് അനക്കില്ല, സാറ് അനങ്ങാണ്ട് കിടക്കാണെന്ന്. ഞാൻ ചെന്ന് നോക്കിയപ്പോ സത്യമാണ്. വലിയ വീടും വണ്ടിയും പത്രാസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു വണ്ടി ഓടിക്കാൻ പറ്റുന്ന ആരെങ്കിലും ആ സമയത്ത് അവിടെ വേണ്ടേ? ഞാൻ അവിടെ ചെന്നതുകൊണ്ട് ഞാൻ ആ വണ്ടി എടുത്ത് ആളെ കൊണ്ട് ആശുപത്രിയിൽ പോയി. കുറച്ച് ഞാനിവിടെ ആ കിടപ്പ് കിടന്നിരുന്നെങ്കിലേ സംഗതി കാറ്റ് പോയനെന്നാ ഡോക്ടർ പറഞ്ഞത്. നാഴിക്ക് 40 വട്ടം തൻ്റെ ആരോഗ്യത്തെപ്പറ്റിയും ഒറ്റയ്ക്ക് ആ വലിയ വീട്ടിൽ കഴിയുന്നതിൻ്റെ ധൈര്യത്തെപ്പറ്റിയും വാതോരാതെ സംസാരിക്കുന്ന ആളാ. മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 9-ാം വാക്യം. ദൈവാനുഗ്രഹം കൂടുതലൊന്നും സംഭവിക്കാതിരുന്നത്. എന്തായാലും ആളൊന്ന് ശരിക്കും പേടിച്ചിട്ടുണ്ട്. പഴയ പൊങ്ങച്ചം പറച്ചിലും ധൈര്യമൊക്കെ എവിടെയോ പോയ പോലെ. ഇതൊന്നുമില്ലാത്ത ഒരു സാധാ മനുഷ്യനിപ്പോ. സ്വത്തും പണവും ആരോഗ്യവുമൊക്കെ ഉള്ള കാലത്ത് ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ വിക്ടറിന് മാത്രമല്ല, അത് കാണേണ്ടി വന്ന നിന്നെയും അത് കേൾക്കേണ്ടി വന്ന എന്നെയും ഇവനെയും എല്ലാം ഓർമ്മിപ്പിക്കുകയാണ് ഈശ്വരൻ. ഇപ്പോ നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ? ഈ ബാഗ് കൊള്ളല്ലേ, നമുക്ക് ഓട്ടോ പിടിച്ചു പോയാലോ? ആ, എന്നാ നമുക്കൊരു ഓട്ടോ വിളിക്കാം. ജോഷിയല്ലേ അത്? ആരാ ചേട്ടാ അത്? അല്ല, എനിക്ക് അറിയാവുന്ന ആളാ. ഞാൻ വിളിച്ചിട്ട് വരാം, ചേട്ടനോട് നിന്നാൽ. ഹലോ, ഒന്നവിടെ നിക്ക്. ഹലോ, ഒന്ന് നിന്ന്. ആരാ? ജോഷി എന്നല്ലേ പേര്? അതെ, അതറിയാൻ വേണ്ടിയാണ് എന്റെ പിന്നാലെ ഓടി വന്നത്. അല്ല, ആ ചേട്ടൻ വിളിച്ചിട്ടാ. ഏത് ചേട്ടൻ? വിറ്റേട്ടനേ. വിക്ടറി ചേട്ടനാ? ആ ചേട്ടൻ വാ, ഞാൻ കാണിച്ചു തരാം. ദേ, ആ ചേട്ടനാ. അയ്യോ, ഇത് നമ്മുടെ വിക്ടറി ചേട്ടനല്ലേ? ആ, അത് തന്നെ. അതെന്താണ് താൻ ആദ്യം പറയാഞ്ഞത്? ഞാൻ പറഞ്ഞതാ ചേട്ടൻ ഓ, തന്നെയൊക്കെ കേൾക്കാൻ. സമ്മതിക്കണം. ഞാൻ വിക്ടർ തന്നെ ആ. പറഞ്ഞത്. ചേട്ടൻ കേൾക്കാത്ത എന്റെ കുഴപ്പമാണ്. അയ്യോ, വിക്ടറി ചേട്ടാ, ചേട്ടൻ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലട്ടാ. അല്ല, ചേട്ടൻ ആശുപത്രിയിലായിരുന്നു പറഞ്ഞു. എന്നെ കണ്ടിട്ട് തിരിഞ്ഞു നടന്നതല്ലേ ജോഷി? അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ വർത്തമാനങ്ങളും പ്രവൃത്തികളും നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലേ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. ജോഷി, ഒറ്റയ്ക്ക് ജീവിക്കാൻ പണവും
വലിയ വീടും വില കൂടിയ വാഹനങ്ങളൊക്കെ മതിയെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആവശ്യ സമയത്ത് ഉപകാരപ്പെടുന്ന രീതിയിൽ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ അതിന് ദൈവാനുഗ്രഹം കൂടിയേ തീരും. അതാണ് ഇതിനേക്കാളൊക്കെ വലിയ സമ്പാദ്യം. അന്നാ മാത്യു എന്നെ അന്വേഷിച്ച് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് അഹങ്കാരം, പൊങ്ങച്ചം ഇതിൻ്റെയൊക്കെ കൊടുമുടിയിൽ നിന്നിരുന്ന ഞാൻ ഇനിയും നന്മ ചെയ്ത് നല്ലത് ചിന്തിച്ച് നല്ല വഴിയിൽ ജീവിച്ചില്ല എങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പനിറങ്ങും. അവളെ പിടിച്ചോട്ടെ. സെബാസ്റ്റ്യൻ, മോനെ സൈമാൻ, വലിയ വീട്, വലിയ വണ്ടി, ആവശ്യത്തിലധികം വിദേശ പണം, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഉപകാരപ്പെടാതെ പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യനാ ഞാൻ. സെബാസ്റ്റ്യൻ, ഇങ്ങനെ എന്തിനും ഏതിനും എപ്പോഴും മക്കള് കൂടെ ഉണ്ടാവുമെന്നത് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരാള് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ആ കാര്യത്തില് സെബാസ്റ്റ്യനെ, നീ എന്നേക്കാൾ സമ്പന്നനാ. വിക്ടറെ, എല്ലാം ശരിയാണ്. ചേട്ടാ, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. റോമ 9:16. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.